നമസ്കാരം. ഇന്ന് നമുക്ക് പഠനശാഖകൾ ഏതൊക്കെയെന്ന് നോക്കാം. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത്? ഓട്ടോളജി. ഓട്ടോളജിയാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം. തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജി. കാഴ്ചയെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റോളജി. കാഴ്ചയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒപ്റ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. ചർമ്മത്തെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ചർമ്മത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി. ഗന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്മോളജി. ഗന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം ഓസ്മോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി. മുടിയെക്കുറിച്ചും അതിൻ്റെ വൈകല്യത്തെക്കുറിച്ചുമുള്ള പഠനം ട്രിക്കോളജി എന്നറിയപ്പെടുന്നു. മുടിയെക്കുറിച്ചും അതിൻ്റെ വൈകല്യത്തെക്കുറിച്ചുമുള്ള പഠനമാണ് ട്രിക്കോളജി. കൈകളെക്കുറിച്ചുള്ള പഠനം കിറോളജി എന്നറിയപ്പെടുന്നു. ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരൊറ്റ കീറ് വെച്ച് തരും എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ കൈ പൊക്കുമല്ലോ, അത് ഓർത്തിരിക്കുക. കൈകളെക്കുറിച്ചുള്ള പഠനം കിറോളജി. പാദങ്ങളെക്കുറിച്ചുള്ള പഠനം പോഡോളജി. ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി എന്നറിയപ്പെടുന്നു. അപ്പം മണ്ണിൽ കാല് വെക്കുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി, പാദങ്ങളെക്കുറിച്ചുള്ള പഠനം പോഡോളജി. പ്രപഞ്ചത്തിൻ്റെ പരിണാമഘടനയെക്കുറിച്ചുള്ള പഠനം കോസ്മോളജി. എന്താണ് കോസ്മോളജി? പ്രപഞ്ചത്തിൻ്റെ പരിണാമഘടനയെക്കുറിച്ചുള്ള പഠനം. സമ്പത്തിനെ പറ്റിയുള്ള പഠനം അഫ്നോളജി. സമ്പത്തിനെ പറ്റിയുള്ള പഠനം എന്താണ്? അഫ്നോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറനോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറനോളജി. ദേശീയഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം അന്തമറ്റോളജി. ദേശീയഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അന്തമറ്റോളജി. നാഷണൽ ആന്തം അന്തമറ്റോളജി. അങ്ങനെ ഓർത്തിരിക്കുക. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ലിംനോളജി. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി. ചിരിയെക്കുറിച്ചുള്ള പഠനം ഗലറ്റോളജി. ചിരിയെക്കുറിച്ചുള്ള പഠനം ഗലറ്റോളജി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം കാലോളജി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കാലോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി എന്നാണ്. നിറത്തെക്കുറിച്ചുള്ള പഠനം ക്രോമറ്റോളജി. നിറത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രോമറ്റോളജി എന്നാണ്. നാണയശേഖരത്തെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. നാണയശേഖരത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനം ഒലേറികൾച്ചർ. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒലേറികൾച്ചർ. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറന്റോളജി. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ജെറന്റോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി. ഭാഷകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ലിംഗ്വിസ്റ്റിക്. ഭാഷകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ലിംഗ്വിസ്റ്റിക്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രാഫി എന്നറിയപ്പെടുന്നു. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രാഫി. സ്വപ്നത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഒനീറിയോളജി എന്നറിയപ്പെടുന്നു. സ്വപ്നത്തെക്കുറിച്ചുള്ള പഠനം ഒനീറിയോളജി. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹിപ്നോളജി എന്നറിയപ്പെടുന്നു. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹിപ്നോളജി. വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം എത്തിമോളജി എന്നറിയപ്പെടുന്നു. വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം എത്തിമോളജി. വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള പഠനം സൊമാന്റിക്സ് എന്നറിയപ്പെടുന്നു. വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള പഠനം സൊമാന്റിക്സ്. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി എന്നറിയപ്പെടുന്നു. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി എന്നറിയപ്പെടുന്നു. നിയമത്തെക്കുറിച്ചും നിയമനിർമ്മാണത്തെക്കുറിച്ചുമുള്ള പഠനം നോമോളജി. നിയമത്തെക്കുറിച്ചും നിയമനിർമ്മാണത്തെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് നോമോളജി. പല്ലികളെക്കുറിച്ചുള്ള പഠനം
സറോളജി എന്നറിയപ്പെടുന്നു. പല്ലികളെക്കുറിച്ചുള്ള പഠനം സറോളജി. പേരിനെക്കുറിച്ചും പേര് നൽകുന്നതിനെക്കുറിച്ചുമുള്ള പഠനം ഓണോമസ്റ്റിക്. പേരിനെക്കുറിച്ചും പേര് നൽകുന്നതിനെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് ഓണോമസ്റ്റിക്. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനശാഖ മിർമിക്കോളജി. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് മിർമിക്കോളജി. ഉരഗങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. ഉരഗങ്ങളെയും ഉഭയജീവികളെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് ഹെർപ്പറ്റോളജി.